തോമസ് ഈ സഹോദരനെ തലവൂർന്നാ വരുന്നത്. ഈ സഹോദരനെ 96 ഗൾഫിൽ പോകാൻ വേണ്ടി പേപ്പറെല്ലാം ശരിയാക്കിയപ്പോഴാണ് അറിയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന അസുഖം ഈ സഹോദരനുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ സഹോദരനാകെ ഭാരത്തിരിക്കും. 2007 സഹോദരൻ TV പ്രോഗ്രാം കാണുകയും കരീപ്രയിൽ നമ്മുടെ TV പ്രേക്ഷക സംഘത്തിൽ വരികയും ചെയ്തു. ആ TV പ്രേക്ഷക സംഗമത്തിൽ വെച്ച് തന്നെ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യമായി. അന്ന് തോമസ് കുട്ടി ബ്രദറിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞു തന്ന അവിടെ വന്നു. ഞാനന്ന് രാവിലെ ഇത് TV കണ്ടതിന് ശേഷം ഈ TV പ്രേക്ഷക സംഗമം കരീപ്രയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചക്ക് മുമ്പ് TV കാണാനിടയായി. അപ്പം ഈ ദിവസം ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ സൗഖ്യമായി പോകുന്നൊക്കെ കണ്ടു. അന്നേരം ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിന് വേദന കൊണ്ട്, ദൈവമേ, ഈ മെഡിക്കൽ സയൻസിന് മാറ്റാനൊക്കാത്ത ഈ രോഗം കർത്താവേ നീ എനിക്ക് മാറ്റി തന്നൂടെ, നീ അസാധ്യ കാര്യങ്ങളെ സാധ്യമായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി. എത്ര നാൾ മുമ്പ് അത് കണ്ടുപിടിച്ചതാ? 96 ഇതുപോലെ ഗൾഫിൽ പോകാനായിട്ട് ഡോക്യുമെന്റ്സുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്നപ്പോഴാണ്. ഞാൻ ഒരു TV മെക്കാനിക്കാണ്, ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ്. അപ്പോൾ അതിന്റെ ബേസിൽ പോകാനായിട്ടാണ് നോക്കി ഇങ്ങനെ. അപ്പം അങ്ങനെ വന്നപ്പോഴേ ഇങ്ങനെ ഒരു തടസ്സം വന്നേ. അപ്പം ഇങ്ങനെ ഈ TV പ്രേക്ഷക സംഗമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കരീപ്രയിൽ വെച്ച് തോമസ് കുട്ടി ബ്രദറാണ് അവിടെ പ്രോഗ്രാം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സൗഖ്യം വന്നു. എനിക്ക് സൗഖ്യം വന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അന്നേരം വെളിയിലിറങ്ങി കുറേ സഹോദരന്മാർ, പത്തനാപുരത്തും മുല്ലൂരും ഒക്കെ ഉള്ള കുറേ സഹോദരന്മാർ 2-3 പേരൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ തലയിലൊന്നും ആരും കൈവച്ചില്ല, പക്ഷെ എനിക്ക് ഒന്നറിയാം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തലയിലൊന്ന് കൈവച്ചാൽ എനിക്ക് സൗഖ്യമാകും. ഞാൻ ആകുന്നത് ഞാൻ കൊട്ടാരക്കര പോയി ടെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും എന്ന് ഞാനങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ശരീരത്തു നിന്ന് എൻ്റെ രോമകൂപങ്ങളിൽ കൂടി വലിയൊരു എന്തൊരു ചൂട് അനുഭവപ്പെടുന്ന പോലെ എനിക്കൊക്കെ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ കൊട്ടാരക്കര ചെന്ന് സജി ക്ലിനിക്കൽ ലബോറട്ടറി ചെന്ന് ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അതിൻ്റെ ഉടൻ തന്നെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത് ആളാരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് എത്ര നാൾ കൊണ്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഗൾഫിൽ പോകാൻ നേരം ഇതുപോലെ ടെസ്റ്റ് ചെയ്തതാ. ഇപ്പോൾ 96 ടെസ്റ്റ് ചെയ്ത്, പിന്നെ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് അന്നേരം എല്ലാം പോസിറ്റീവായത്. അപ്പോൾ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടി. ഇത് ദൈവം മാറ്റിയതാ. അദ്ദേഹം അറിഞ്ഞില്ല ഞാൻ TV പ്രേക്ഷക സംഗമത്തിന് വന്നതും യേശുവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ രോഗസൗഖ്യത്തിന് ഞാൻ ചോദിച്ചതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, പാപ്പച്ചൻ എന്നാ പുള്ളിയുടെ പേര്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇത് ദൈവം മാറ്റിയതാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്ന വാക്കാ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞ റിസൾട്ട് എടുത്ത് എൻ്റെ കൈ തന്നു. ഇന്നും എൻ്റെ ഈ റിസൾട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ആരോഗ്യവാനായി. എനിക്ക്